നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളുടെ കാഴ്ചക്കുറവിനെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AR ആര്യയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഡോക്ടറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് പ്രേക്ഷകരിലേക്ക് പോകുകയാണ്. ഓർമ്മകൾ ഓടക്കുഴലൂതുമ്പോൾ എന്നൊരു സ്ഫടികത്തിലെ ഗാനം നമുക്ക് ഏവർക്കും സുപരിചിതവും അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകരെല്ലാം ഒരുപോലെ ഏറ്റെടുത്ത ഒരു ഗാനവും കൂടിയാണല്ലോ. അപ്പം സ്ഫടികത്തിലെ തുളസിയുടെ ബാല്യകാലമായിട്ട് അഭിനയിച്ച ഒരു സെലിബ്രിറ്റി ഡോക്ടറാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. അതുപോലെ നിരവധി സിനിമയിൽ ഡോക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരു വടക്കൻ വീരഗാഥ, പിന്നെ വാശി, അങ്ങനെ അനവധി സിനിമകളിൽ ഡോക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടർ സിനിമാ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ? അത് ഈ ഒരു സാഹചര്യത്തിൽ റെലവൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. സിനിമയിൽ വളരെ ചെറുപ്പത്തിലാണ് അഭിനയിച്ചത്, ഒരു വടക്കൻ വീരഗാഥയിലെ ബാല്യതാരമായിട്ട്. അതിനുശേഷം ബട്ടർഫ്ലൈസ്, പിന്നീട് സ്ഫടികം, ആ സിനിമകളിൽ അഭിനയിച്ചു. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം 2022 പുറത്തിറങ്ങി വാശി എന്ന ടോവിനോ തോമസ് അഭിനയിച്ച ആ സിനിമയിൽ ഒരു ചെറിയ റോളും കൂടെ ചെയ്തിട്ടുണ്ട്. ശരി, നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു സെലിബ്രിറ്റി ഡോക്ടർ കൂടിയാണ്. ഡോക്ടർ, നമുക്ക് ഹലോ ഡോക്ടറിലെ ചോദ്യത്തിലേക്ക് കടക്കാം. കുട്ടികളിലെ കാഴ്ചക്കുറവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് ഇപ്പോൾ നിലവിൽ? അതെ ഡോക്ടർ, അങ്ങനെയെങ്കിൽ എന്തെല്ലാം കാരണങ്ങളാണ് ഇതിനുള്ളത്? അതായത് എന്തെല്ലാം രോഗങ്ങൾ കാരണമാകുന്നുണ്ട് ഈ കാഴ്ചക്കുറവിന്? കുട്ടികളിൽ സാധാരണയായി നമ്മൾ കുറേയേറെ കണ്ടുവരുന്നത് ദൃഷ്ടിവൈകല്യം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് എറർ എന്ന് പറയുന്നതാണ്. അതിൽ തന്നെ പലതരത്തിലുണ്ട്: ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയവ. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ ഷോർട്ട് സൈറ്റഡ്നെസ്, അതായത് കുട്ടിക്ക് അടുത്തുള്ള കാര്യങ്ങൾ മാത്രമേ വ്യക്തമായി കാണാൻ സാധിക്കുകയുള്ളൂ. ദൂരേക്ക് ദൃഷ്ടി അല്ലെങ്കിൽ സൈറ്റ് കുറച്ചുകൂടി അവർക്ക് കാഴ്ച കുറവുണ്ടായിരിക്കും. അതേസമയം ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ദൂരെയുള്ള കാര്യങ്ങൾ കുറേയേറെ വ്യക്തമായി കാണാൻ സാധിക്കും, എന്നാൽ അടുത്തുള്ളവയൊന്നും വ്യക്തമായി കാണാൻ സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ളതാണ് മെയിൻലി നമ്മൾ റിഫ്രാക്റ്റീവ് എറർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാഴ്ചക്കുറവ് പ്രധാനമായും കണ്ണാടി നൽകി നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ചിലപ്പോൾ ഒരു കണ്ണിൽ മാത്രമായിരിക്കാം ഈ റിഫ്രാക്റ്റീവ് എറർ ഉണ്ടാകുന്നത്, ചിലപ്പോൾ രണ്ട് കണ്ണുകളെയും ബാധിക്കാം. അപ്പോൾ ഒരു കണ്ണിൽ മാത്രം കാഴ്ചക്കുറവുള്ളപ്പോൾ കുട്ടി പലപ്പോഴും അത് പറയാറില്ല. കാരണം മറ്റേ കണ്ണിലെ കാഴ്ച വെച്ച് എല്ലാം കാണുകയും ബോർഡിൽ എന്തൊക്കെയാണോ സ്കൂളിൽ കാണുന്നത് അതെല്ലാം എഴുതിയെടുത്തുകൊണ്ട് വരികയെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കളും ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് കുട്ടിക്കുണ്ട് എന്ന കാര്യം അറിയാൻ സാധ്യതയില്ല. പലപ്പോഴും സ്കൂൾ ക്യാമ്പിലോ അല്ലെങ്കിൽ ടീച്ചർമാരോ അല്ലെങ്കിൽ ഈ ഹെൽത്ത് റിലേറ്റഡ് വർക്കേഴ്സൊക്കെ സ്ക്രീൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാഴ്ചക്കുറവുണ്ട് എന്നറിയുന്നത്. അതേസമയം രണ്ട് കണ്ണിലും ഇതുപോലെ റിഫ്രാക്റ്റീവ് എറർ ഉണ്ടെങ്കിൽ കുട്ടി തന്നെ കുറച്ച് കഴിയുമ്പോൾ മാതാപിതാക്കളോട് പറയാമേ എനിക്ക് ബോർഡിൽ എഴുതുന്നത് കാണാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് മാതാപിതാക്കൾ ഒരു നേത്രരോഗ വിദഗ്ധയുടെയോ സഹായം തേടുമ്പോൾ അത് പിന്നീട് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ശരി ഡോക്ടർ, വ്യക്തമാകുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കറിയാം ഡിജിറ്റൽ ഡിവൈസുകളുടെ ഒരു അമിത ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട്. അപ്പം ഇത് എത്രത്തോളമാണ് നമ്മുടെ കാഴ്ചശക്തിയെ ബാധിക്കുന്നത്? അതെ, ഇപ്പോഴത്തെ കുട്ടികൾ പണ്ടത്തെ ഒരു തലമുറ പോലെ അല്ല. ഇപ്പോൾ സ്പോർട്സ് അങ്ങനെയുള്ള ആക്ടിവിറ്റിയെക്കാളും കുട്ടികൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് വീടിനകത്തിരുന്ന് ഒരു ടാബ് കാണാൻ, അല്ലെങ്കിൽ മിക്കവാറും മൊബൈൽ കാണാൻ, അതിലെ ഗെയിംസ് കളിക്കാൻ, അല്ലെങ്കിൽ സിനിമ കാണാൻ മൊബൈൽ. ഇതൊക്കെയാണ് കുട്ടികൾ കുറച്ചുകൂടി ആഗ്രഹിക്കുന്നത്. പണ്ടത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം കളിക്കാൻ പോവുക, അല്ലെങ്കിൽ പുറത്ത് പോയി അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റീസാണ് പണ്ടത്തെ ജനറേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഈ ജനറേഷനിൽ കൂടുതലായി നമ്മൾ കാണുന്നുണ്ട്. മൊബൈൽ യൂസ് ഒരുപാടാകുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് മയോപ്പിയ കൂടുതലായും കുട്ടികളിൽ കാണുന്ന തരത്തിൽ പലതരത്തിലുള്ള പഠനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. മാത്രമല്ല ഒരുപാട് നേരം മൊബൈൽ നോക്കിയിരുന്ന് അത് കോങ്കണ്ണിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്താണ് കുട്ടികളും മുതിർന്നവരും എല്ലാം കുറേയേറെ മൊബൈൽ അല്ലെങ്കിൽ ടാബ് യൂസിലേക്ക് മാറിയത്. അപ്പോൾ അതിനുശേഷം കുട്ടികളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാകുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്ക് ഈ കാഴ്ചക്കുറവ്, ഈ പ്രശ്നത്തെ നമുക്ക് ഒരു പരിധിവരെ എങ്ങനെ തടയാൻ സാധിക്കും? അതായത് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്നത് അവർക്ക് പോഷകാഹാരങ്ങൾ നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് കൂടുതലും ജങ്ക് ഫുഡ് കഴിക്കാനാണ് താല്പര്യം. അതിൽ നിന്ന് മാറി പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് പച്ചച്ചീര മുതലായ വെജിറ്റബിൾസ്, അതുപോലെ ക്യാരറ്റ്,
പപ്പായ, വൈറ്റമിൻ എ നിറയെയുള്ള അത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കുട്ടികളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പാല്, മുട്ട തുടങ്ങിയ പോഷകാഹാരങ്ങളുടെ കുറവ് കാരണവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ആഹാര രീതികൾ ഒരു പരിധിവരെ കാഴ്ചശക്തി നന്നാവാൻ സഹായിക്കാറുണ്ട്. എന്നാൽ അസുഖങ്ങൾക്ക് അതല്ല ഒരു പരിഹാരം. കുട്ടികൾക്ക് നല്ല കാഴ്ച വരുന്നതിന് ഇത്തരത്തിലുള്ള ആഹാരത്തിലുള്ള ക്രമീകരണമെല്ലാം മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാം. പിന്നെ അവരുടെ പഠനത്തിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ല വെളിച്ചമുള്ള മുറിയിൽ വേണം അവർ പഠിക്കാനായിട്ട്. അതുപോലെ ലൈറ്റ് അണച്ചിട്ടുള്ള ഈ മൊബൈൽ യൂസ് തുടങ്ങിയ കാര്യങ്ങൾ അത് പരമാവധി നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്ക് കുട്ടികളിലെ കാഴ്ചക്കുറവിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണ്ണിലാണ് കാഴ്ചക്കുറവ് കൂടുതലായിട്ടുണ്ട്, മറ്റേ കണ്ണിൽ നല്ല കാഴ്ചയുണ്ട്, പൂർണ്ണമായിട്ടും കാഴ്ചയുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾ അത് പറയാറില്ല. ഈ സ്ക്രീനിങ് പ്രോഗ്രാമിലൂടെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാറുള്ളൂ. അതേസമയം രണ്ട് കണ്ണും കാഴ്ചക്കുറവാണെങ്കിൽ കുട്ടി തന്നെ ചിലപ്പോൾ സ്കൂളിലെ ടീച്ചർമാരാണ് മിക്കവാറും അത് കണ്ടുപിടിക്കുന്നത്. അവരാണ് നമ്മളെ ഏറെ സഹായിക്കുന്നത്. കാരണം കുട്ടി കറക്റ്റായിട്ട് ബോർഡിൽ എഴുതുന്നത് നോട്ടിലേക്ക് എഴുതുന്നില്ല, അല്ലെങ്കിൽ കണ്ണ് ഇറുക്കി നോക്കുന്നു, നേരെ ബോർഡ് കാണുന്നില്ല തുടങ്ങിയവയെല്ലാം മാതാപിതാക്കളോട് പറയുന്നത് മിക്കവാറും ഈ ടീച്ചർമാരായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുട്ടി തരുന്ന വേറൊരു സൈൻ എന്ന് പറയുന്നത് ടി വി എല്ലാം കാണുമ്പോൾ കുട്ടി തീരെ അടുത്ത് വന്ന് കാണുക, അല്ലെങ്കിൽ കണ്ണ് ചുരുക്കി നോക്കുക, അല്ലെങ്കിൽ തല ചരിച്ച് വെച്ച് കണ്ണ് ചുരുക്കി നോക്കുക. ഇതെല്ലാം കാഴ്ചക്കുറവിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്? തീരെ ചെറിയ കുട്ടികളിൽ നമുക്കിപ്പോൾ നമ്മൾ വലിയ കുട്ടികളുടെ ബോർഡ് വായിപ്പിച്ച് കാഴ്ച മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ തീരെ ചെറിയ കുട്ടികളിൽ കോങ്കണ്ണുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു നേത്രരോഗ വിദഗ്ധയുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടതാണ്. കാരണം കോങ്കണ്ണ് പല കാരണങ്ങൾ കാരണമാകാം. കാഴ്ച കുറവ് കൊണ്ടാകാം, കാഴ്ച ഞരമ്പിലെ മാരകമായ അസുഖങ്ങൾ കാരണമാകാം. അതുകൊണ്ട് കോങ്കണ്ണ് എപ്പോൾ കണ്ടാലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ കുട്ടി തീരെ അടുത്ത് വെച്ച് വായിക്കുന്നു, തീരെ കാഴ്ച പരിമിതി പോലെ തോന്നുന്നു, അങ്ങനെയാണെങ്കിലും കാണിക്കുക. എന്താണെങ്കിലും സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപ് ഒരു 5 വയസ്സിന് മുൻപായിട്ട് കുട്ടിയുടെ കാഴ്ച പരിശോധിക്കുന്നത് നമ്മളെല്ലാം നിർദ്ദേശിക്കാറുള്ള ഒരു കാര്യമാണ്. ശരി ഡോക്ടർ, വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നും ഫെമിനയാണ്. ഫെമിന, ഡോക്ടറോട് ചോദിച്ചോളൂ. ചില സാങ്കേതിക കാരണങ്ങളാൽ കോൾ കട്ടായിട്ടുണ്ട്. ഡോക്ടർ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം പറഞ്ഞിരുന്നു. അപ്പം എപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യേണ്ടത്? അതായത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടതായിട്ടുള്ളത്? ഞാനീ പറഞ്ഞതുപോലെ കോങ്കണ്ണ് കുട്ടിയിൽ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ കൃഷ്ണമണിക്ക് നടുക്കായിട്ട് ഒരു വെള്ള പാട പോലെ കാണുന്നു, അല്ലെങ്കിൽ കുട്ടി അടുത്തുള്ള കാര്യങ്ങളെല്ലാം നേരെ നോക്കി, കളിപ്പാട്ടങ്ങൾ നേരെ നോക്കി എടുക്കുന്നില്ല, കുട്ടി അത് സ്പർശിച്ചാണ് മനസ്സിലാക്കുന്നത്. അതായത് കുട്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു കളിപ്പാട്ടം നോക്കിയെടുക്കാതെ സ്പർശനത്തിലൂടെ തിരിച്ചറിഞ്ഞ് കളിപ്പാട്ടം എടുക്കുകയാണ്. അല്ലെങ്കിൽ കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, തീരെ കൊച്ചുകുട്ടികൾ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ തന്നെ മുഖത്ത് നോക്കുന്നില്ല. ഇതെല്ലാം കാഴ്ചക്കുറവിൻ്റെ പല പല ലക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണം കുട്ടി കാണിക്കുകയാണെങ്കിൽ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. അല്ല, നമ്മളൊരു റുട്ടീൻ ചെക്കപ്പ് ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ അമ്മയും അച്ഛനും എല്ലാം വളരെ ചെറുപ്പത്തിലേ തന്നെ കണ്ണട വയ്ക്കുന്നവരാണ്, കാഴ്ച പരിമിതിക്ക് വേണ്ടി കണ്ണട വയ്ക്കുന്നവരാണെങ്കിൽ കുട്ടികൾക്കും അത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കുട്ടികളുടെ കാഴ്ച പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ 5 വയസ്സായാലേ ഒരു ബോർഡ് വായിപ്പിച്ച് കുട്ടിയുടെ കാഴ്ച മനസ്സിലാക്കാൻ പറ്റൂ എന്നില്ല. തീരെ ചെറുപ്പത്തിലെ തന്നെ വേറെ പല പരിശോധനകളിലൂടെ കുട്ടിയുടെ കാഴ്ച ഞരമ്പിന് പ്രശ്നമില്ല, കാഴ്ചയെ ബാധിച്ചിട്ടില്ല, ഏകദേശം അതേ പ്രായത്തിലുള്ള കുട്ടിയുടെ കാഴ്ച തന്നെ ഉണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റുകൾ എല്ലാ കണ്ണാശുപത്രികളിലുമുണ്ട്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും അങ്ങനെ കണ്ണാടി വയ്ക്കുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുട്ടികളെ ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്ത് കൊണ്ട് പരിശോധിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്കൂളിൽ ചേരുന്നതിന് മുമ്പായിട്ട് കാഴ്ച പരിശോധിക്കുന്നതാണ് ഞങ്ങളെല്ലാം നിർദ്ദേശിക്കാറുള്ളത്. ശരി ഡോക്ടർ, വ്യക്തമാകുന്നുണ്ട്. വടകരയിൽ നിന്നും നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പ്രേമരാജനാണ്. പ്രേമരാജൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഹലോ, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ കുട്ടികൾ നേരത്തെ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, പുതിയ കാലത്തിന്റെ കുറെ പ്രശ്നങ്ങൾ കാഴ്ച ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നേരിടുന്നുണ്ടല്ലോ. ഇപ്പൊ TV, അതുപോലെ കമ്പ്യൂട്ടർ, ഫോണിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം,
അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ, കുറച്ച് മുതിർന്ന കുട്ടികളെ നമുക്ക് ഈ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാം വ്യായാമ മുറകളാണ് കണ്ണിന്റെ രോഗമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാഴ്ചശക്തി നിലനിർത്താൻ വേണ്ടിയോ തിരിച്ചു കിട്ടാൻ വേണ്ടിയോ ഒക്കെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ കഴിയാന്നുള്ളത്? അതെ, വ്യായാമ മുറകളെക്കാളും പ്രേംരാജൻ എന്നല്ലേ പേര്? അതെ അതെ. പ്രേംരാജ്, വ്യായാമ മുറകളെക്കാളും നമുക്കിപ്പോൾ കുട്ടികളോട്, ഈ ജനറേഷനിലെ കുട്ടികളോട് മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഈ കുട്ടികൾ സ്കൂളിലെ ക്ലാസ് നോട്ടുകളെല്ലാം എഴുതിയെടുക്കുന്നത് മൊബൈലിലേക്കായിരിക്കും, മൊബൈൽ ഉപയോഗിച്ചായിരിക്കാം. അപ്പം നമുക്ക് ടോട്ടലി ഒരു മൊബൈൽ നോ എന്ന് പറയുന്നത് അത്ര ഒരു പ്രാക്ടിക്കലായി നടക്കുന്ന ഒരു കാര്യമല്ല ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി തന്നെ പറയുന്നത്. ഒരുപാട് നേരം കണ്ടിന്യൂസ്ലി ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. കുറച്ച് നേരം ഉപയോഗിക്കുക, അത്യാവശ്യത്തിന് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല വെളിച്ചമുള്ള ഒരു മുറിയിൽ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാവുള്ളൂ. പലപ്പോഴും പല കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ഉള്ളൊരു ശീലമാണ് ലൈറ്റ് അണച്ചിട്ട് മൊബൈൽ കാണുക എന്നുള്ളത്. അത് ഒട്ടുമേ നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് അഡ്വൈസബിളേ അല്ല. എപ്പോഴൊക്കെ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നോ വളരെയധികം വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് തന്നെ ഉപയോഗിക്കുക. പിന്നെ സ്ക്രീൻ യൂസ് ടൈം കുറയ്ക്കുക. എത്രത്തോളം നിങ്ങൾ സമയം കുറയ്ക്കുന്നോ അത്രത്തോളം നല്ലതാണ്. പിന്നെ കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്നു, ഒരു മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കേണ്ടി വരുന്നെങ്കിൽ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മൾ കണ്ണിനൊരു റെസ്റ്റ് കൊടുക്കുക, കണ്ണടച്ച് വയ്ക്കുക. കണ്ണടച്ച് വെച്ചുകൊണ്ട് തന്നെ വൃത്താകൃതിയിൽ കണ്ണ് എല്ലാ ദിശകളിലേക്കും ചലിപ്പിക്കാം ഒരു 2 മിനിറ്റ് നേരത്തോളം. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു പരിധിവരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് പല പ്രശ്നങ്ങളും കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ കാഴ്ചക്കുറവ്, ഇതിന് പരിഹാരം എന്താണ്? അതായത് ചികിത്സാ മാർഗ്ഗങ്ങൾ, ഇപ്പം ഒരുപാട് നൂതന ചികിത്സാ മാർഗ്ഗങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഇത്തരം ചികിത്സാ രീതിയിലൂടെ നമുക്ക് കാഴ്ചശക്തി എത്രത്തോളം വീണ്ടെടുക്കാൻ സാധിക്കും? കുട്ടികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് റിഫ്രാക്റ്റീവ് എറർ അല്ലെങ്കിൽ ദൃഷ്ടി വൈകല്യമാണ്. അപ്പോൾ അത് മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ തുടങ്ങിയ രീതികളിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതെല്ലാം ഒരു പരിധി വരെ നമുക്ക് കണ്ണട ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. തീരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് സംശയം തോന്നും, 1 വയസ്സുള്ളൊരു കുട്ടിക്ക് നമുക്ക് കണ്ണാടി കൊടുക്കാമോ? തീർച്ചയായിട്ടും. കാഴ്ച വൈകല്യമുണ്ടെങ്കിൽ കണ്ണട കൊടുത്ത് ശരിയാക്കേണ്ട ഒരു കാഴ്ച വൈകല്യമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണട നൽകുക. അല്ലാതെ 1 വയസ്സുള്ള കുട്ടിക്ക് കണ്ണട നൽകിക്കൂടാ, അങ്ങനെയില്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതില്ല. കറക്റ്റായിട്ട് കാഴ്ച വൈകല്യം അതാത് പ്രായത്തിൽ അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 2, കോങ്കണ്ണ് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കോങ്കണ്ണ് ചിലപ്പോൾ ഈ റിഫ്രാക്റ്റീവ് എറർ കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കാരണവും കോങ്കണ്ണ് വരാം. അപ്പോൾ കോങ്കണ്ണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതും നമുക്ക് കറക്റ്റായിട്ട്, ഈ കാഴ്ച കുറവ് കാരണമാണെങ്കിൽ ചില കോങ്കണ്ണുകൾ കണ്ണട വെച്ചാൽ 100% പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. മറ്റ് ചിലതരം കോങ്കണ്ണുകൾക്ക് അത് ഓപ്പറേഷനായിട്ട് തന്നെ വേണ്ടി വരും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റിഫ്രഷ് പോലുള്ള സാധനങ്ങൾ, അതായത് തുള്ളിമരുന്നുകൾ കണ്ണിൽ ഒഴിക്കുന്നത് എത്രത്തോളം നല്ലതാണ്? ഇപ്പോൾ ഈ ഒരു ജനറേഷൻ, അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നമ്മൾ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ് ഡ്രൈ ഐ എന്നത്. അതായത് കണ്ണുനീര് ആവശ്യത്തിന് അവരുടെ കോർണിയയുടെ മുകളിലില്ല. ഒന്നുകിൽ ഉൽപ്പാദനം കുറവായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇവോപ്പറേഷൻ പെട്ടെന്ന് നടന്നു പോകുന്നു. അത് പല കാരണങ്ങൾ കാരണം ഈ ഡ്രൈനെസ് വരാം. ഡ്രൈനെസ്, ഈ കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരിൽ ഡ്രൈ ഐ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഡ്രൈ ഐ വരുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും കണ്ണിൽ പൊടി കിടക്കുന്നത് പോലെയും അസ്വസ്ഥത പോലെയും കണ്ണ് കൂടെ തിരുമാനും കണ്ണിലൊരു ഭാരം, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ടാണ് ഈ ഡ്രൈ ഐ നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഡ്രൈ ഐക്ക് പരിഹാരമായി, ഡ്രൈ ഐ ഏത് തരത്തിലുള്ള ഡ്രൈ ഐ ആണെന്ന് ചില പരിശോധനകളിലൂടെ നമുക്ക് വ്യക്തമാകും, ഏത് തരത്തിലുള്ളതാണെന്ന്. അതിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ചികിത്സാ രീതിയിലേക്ക് പോകുന്നത്. പറഞ്ഞതുപോലെ റിഫ്രഷ് ടിയേഴ്സ് പോലെയുള്ള അതെല്ലാം കണ്ണുനീരിന് പകരമുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ് ആണ്. അപ്പോൾ അത് ഈ പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതായത് കണ്ണുനീരിന് പകരം നമ്മളൊരു ആർട്ടിഫിഷ്യൽ കണ്ണുനീര് കണ്ണിലേക്ക് ഡ്രോപ്സ് വഴി ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഒരു സൂത്തനിങ് എഫക്റ്റ് തരും. നമ്മുടെ ഈ പ്രശ്നങ്ങൾ, അതായത് പൊടി കിടക്കുന്നത് പോലെയും കണ്ണിൽ ഭാരം തോന്നുന്നതും പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ മാറിക്കിട്ടും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ, ഡ്രൈ ഐനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കണ്ണീര് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പം വെള്ളം കുടിക്കണോ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? അത് ഈ റിഫ്രഷ് പോലത്തെ നല്ല ഏത് രീതിയിലുള്ള തുള്ളിമരുന്നാണ് നല്ലത്? ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള തുള്ളിമരുന്നാണ് എപ്പോഴും നല്ലത്. കാരണം പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ കുറച്ച് സൈഡ് എഫക്റ്റുകൾ വന്നേക്കാം.
അപ്പോൾ ഈ റിഫ്രഷ് ടിയേഴ്സ് പോലെയുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ് പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ളത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ കണ്ണിന് വരാറില്ല. അപ്പോൾ അത് രോഗികൾക്കും അത് ഈ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഒഴിക്കുമ്പോൾ അവരുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ ഒരു ശമനം ലഭിക്കുന്നതുമാണ്. പക്ഷേ അതുമാത്രം പോരാ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്താലേ ഇത് പൂർണ്ണമായും നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റുള്ളൂ. സൂചിപ്പിച്ചതുപോലെ ഹൈഡ്രേഷൻ നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നത്, പലപ്പോഴും ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ഉള്ളവർ ഏത് സമയവും AC മുറിയിലായിരിക്കാം ജോലി ചെയ്യുന്നത്. അതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല. AC മുറി മാറി സാധാരണ മുറിയിൽ ഇരിക്കൂ എന്ന് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് AC ഡയറക്റ്റ്ലി താഴെ ഇരിക്കാതിരിക്കുക, ഡയറക്റ്റായിട്ടൊരു എക്സ്പോഷർ വരാതിരിക്കുക. അത് ഡ്രൈനസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 വീലർ ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ സൺലൈറ്റിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് കൂളിംഗ് ഗ്ലാസ് എപ്പോഴും വെക്കുക. പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ കാർ ഓടിക്കുമ്പോൾ വെക്കേണ്ടല്ലോ, 2 വീലർ ഓടിക്കുമ്പോൾ പോരാ. കാർ ഓടിക്കുമ്പോഴും നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് തന്നെ ഓടിക്കുക. അതുപോലെ ഡയറക്റ്റായിട്ട് AC വെൻറ്റിൽ നിന്നുള്ള കാറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാതെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ കണ്ടിന്യൂസ്ലി സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ണിനൊരു 2 മിനിറ്റ്സ് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ കണ്ണടച്ച് വയ്ക്കാം, തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം, കണ്ണിന് മുകളിൽ ഐസ് പാക്സ് വയ്ക്കാം. കണ്ണടച്ച് ഞാൻ പറഞ്ഞതുപോലെ വൃത്താകൃതിയിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കണ്ണടച്ച് കണ്ണിന് ചലനങ്ങൾ കൊടുക്കുക. പിന്നെ ആഹാര കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും അതിൻ്റെ കൂടെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഡ്രോപ്സും കൂടി കൊടുക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഈ ഡ്രൈനെസ്സിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ശരി ഡോക്ടർ, വ്യക്തമാകുന്നുണ്ട്. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്നും സോമനാണ്. സോമൻ ഡോക്ടറോട് ചോദിച്ചോളൂ. സോമൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഒരു മകളുടെ ഒരു കൊച്ചു മോളാണ്, ശിവത എന്ന് പറയും. കോട്ടയം ജില്ല കാനം എന്ന സ്ഥലത്താണ്. ഈ കുട്ടിക്ക് ഒരു 3 വർഷമായിട്ട് തലവേദന തന്നെ ഉണ്ടാവും, തലവേദന. അപ്പൊ ഈ തലവേദനയ്ക്ക് അപ്പം പല മരുന്നുകളും കൊടുത്തിട്ടൊന്നും ഈ തലവേദന അവിടെ മാറുന്നില്ല. കണ്ണിന്റെ വല്ല കുഴപ്പമാണോ എന്നറിയുന്നതിന് വേണ്ടിയായി ഞാൻ വിളിച്ചത്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കണ്ണിന്റെ പ്രശ്നങ്ങൾ കാരണം കുട്ടികളിൽ തലവേദന നമ്മൾ കാണാറുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ കാഴ്ചക്കുറവിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ അവർ വായിക്കുന്നതോ അല്ലെങ്കിൽ അവർ കാണുന്നതോ വ്യക്തമാക്കാൻ വേണ്ടി അവർ കുറേ കൂടി ഐ സ്ട്രെയിൻ വരുത്താൻ സാധ്യതയുണ്ട്. അതുമൂലം അതൊരു തലവേദനയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തലവേദന കുട്ടികളിൽ വരുമ്പോൾ എപ്പോഴും കാഴ്ച പരിശോധിച്ച് കാഴ്ചക്കുറവില്ലല്ലോ ഉണ്ടെങ്കിൽ അവർക്ക് കണ്ണട നൽകിയോ മറ്റോ ആ കാഴ്ചക്കുറവ് പരിഹരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടി ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിർദ്ദേശം. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ ഇപ്പോൾ അതുപോലെ തന്നെ തലവേദനയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമുക്ക് കണ്ണിന് ഈ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ ഇപ്പം മൈഗ്രെയിൻ്റെ ഒക്കെ സാഹചര്യം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാവാം ഈ മൈഗ്രെയിൻ്റെ ഒക്കെ ഇത് കൂടി വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ തലവേദന എത്രത്തോളം കൂടുന്ന രീതിയിലുള്ള തലവേദന നമുക്ക് കണ്ണിൻ്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ കണ്ണിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണോ? അതെ, തലവേദന പല കാരണങ്ങൾ കാരണം തലവേദന ഉണ്ടാകാം. അതിൽ ഒരു കാരണമാണ് കാഴ്ചക്കുറവ്. അല്ലാതെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മൈഗ്രെയിൻ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ENT പ്രോബ്ലംസ്, അങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു ലക്ഷണം മാത്രമാണ് ഈ തലവേദന എന്ന് പറയുന്നത്. അതിലൊരു കാരണം കണ്ണിൻ്റെ കാഴ്ചക്കുറവുമായിരിക്കാം. അപ്പോൾ കുട്ടി വ്യക്തമായി കാണാത്തപ്പോൾ ആ സ്ട്രെയിൻ കാരണം തലവേദനയിലേക്ക് അത് വരാം. അതുകൊണ്ട് തന്നെ തലവേദന ഉള്ളപ്പോൾ കുട്ടികളിൽ എപ്പോഴും കാഴ്ചക്കുറവില്ല എന്ന കാര്യം നിർബന്ധമായും നമ്മൾ തീർച്ച വരുത്തിയിരിക്കണം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഈ കണ്ണട വെക്കേണ്ട സാഹചര്യം ഇപ്പോൾ കൂടി വരുന്നുണ്ടല്ലോ. അതായത് കണ്ണട വേണ്ടി വരുന്നത് എപ്പോഴാണ്? അതെ, ഞാൻ പറഞ്ഞതുപോലെ ഈ കോവിഡ് സമയത്താണ് ഏറെക്കുറെ എല്ലാവരും ഈ ഇൻഡോർ ആക്ടിവിറ്റീസിലേക്ക്, കുട്ടികൾ പ്രധാനമായിട്ടും പുറത്തുള്ള കളികളൊന്നും പറ്റാത്തപ്പോൾ അവർ ഇൻഡോർ ആക്ടിവിറ്റീസിലേക്ക് ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഒതുങ്ങിക്കൂടിയത് ആ ഒരു സമയത്താണ്. അതിനുശേഷവും ഈ ഇൻഡോർ ആക്ടിവിറ്റീസാണ് കുട്ടികൾക്ക് ഇപ്പോൾ കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, കുട്ടികൾ ഇപ്പോൾ കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളത് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് നമ്മൾ സാധാരണ ഇപ്പോൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ കാഴ്ചക്കുറവ് കണ്ണടയിലൂടെ പരിഹരിക്കുന്നതാകാം. ഒരുപക്ഷെ ഈ കണ്ണട വെച്ചാലും കാഴ്ചക്കുറവ് പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല. അതിനാണ് നമ്മൾ ലേസി ഐ സിൻഡ്രോം അല്ലെങ്കിൽ ആംബ്ലിയോപ്പിയ എന്നൊക്കെ പറയുന്നത്. ആ ഒരു കണ്ടീഷൻ അതാണ്. അതും പല കാരണങ്ങൾ കാരണം ആംബ്ലിയോപ്പിയ വരാം. അപ്പോൾ അതില്ലല്ലോ എന്നും നമ്മൾ തീർച്ചപ്പെടുത്തണം. അതിന് അഥവാ ആംബ്ലിയോപ്പിയ ഉണ്ടെങ്കിൽ അതിനും തീർച്ചയായിട്ടും
ഈ പലതരത്തിലുള്ള ചികിത്സാ രീതിയിലൂടെ കുട്ടിയുടെ കാഴ്ച പൂർണ്ണമായിട്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ് ഏറെക്കുറെ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അമ്മു ആണ്. അമ്മു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ അമ്മു, പറയൂ. മാഡം, എന്റെ കുഞ്ഞിന് 3.5 മാസം കഴിഞ്ഞേ. അപ്പൊ പെൺകുഞ്ഞാണ്. അപ്പം അവിടെ ഈ ഇടത്തെ കണ്ണിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പികള കിട്ടുന്ന പോലെ ഉണ്ട്. കണ്ണ് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് എപ്പോഴും ഇരിക്കും. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? ഇപ്പൊ 3.5 മാസമാണ്. 3.5 മാസം. ഇതിപ്പോ എത്ര നാൾ മുതലാണ് ഇത് കണ്ടു തുടങ്ങിയത്? ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേനും അങ്ങനെ കണ്ടു തുടങ്ങി. ഒരു കണ്ണിൽ മാത്രമേ ഉള്ളൂ? ഒരു കണ്ണിലേ ഉള്ളൂ. അത് മിക്കവാറും നമ്മുടെ കണ്ണുനീര് കുട്ടികളിൽ കണ്ണുനീര് താഴേക്ക് കൊണ്ടുപോകുന്ന ഒരു ഡക്റ്റ് ഉണ്ട്. നേസോലാക്രിമൽ ഡക്റ്റ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ അത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഫോം ചെയ്ത് വരുന്നതേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ണുനീര് ഡ്രെയിൻ ചെയ്യാനുള്ള ആ ഒരു പാത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കണ്ണുനീര് കെട്ടി നിൽക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഈ കണ്ണിൽ പീളയടിയുന്നതും പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. അതിന് നമ്മൾ മസാജിങ് ചെയ്ത് കൊടുക്കുന്നതാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. അതായത് ആ കണ്ണുനീര് താഴേക്ക് ഒഴുകി പോകാനായിട്ടുള്ള ആ ഒരു പാത നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് കുട്ടികളുടെ മൂക്കിൻ്റെ ആ ഭാഗത്തായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഡോക്ടറിനെ കാണിച്ച് തുള്ളിമരുന്നും കൂടെ തുടങ്ങേണ്ടതാണ്. ഈ മസാജിങ്ങിലൂടെ 90% കുട്ടികൾക്കും ഈ ഒരു ട്രാക്റ്റ് ഓപ്പണായി വരുന്നതാണ്. ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് 1 വയസ്സിന് ശേഷമൊക്കെ വേറെ തരത്തിലുള്ള ചികിത്സാ രീതിയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മുവിൻ്റെ കുഞ്ഞിൻ്റെ ഈ ഒരു സ്റ്റേജിൽ മസാജിങ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡക്റ്റ് തുറന്ന് ഈ ഒരു പ്രശ്നം മിക്കവാറും മാറാൻ സാധ്യതയുണ്ട്. കുട്ടികളിലെ കാഴ്ചക്കുറവിനെ കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ എ ആർ ആര്യയാണ്. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പാലോട് നിന്നും പ്രജിതയാണ്. പ്രജിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ മാം. പ്രജിത പറഞ്ഞോളൂ. എനിക്ക് മോന് 5.5 വയസ്സായി. അവന് മൊബൈൽ നോക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ. ഇപ്പൊ ഞാൻ സൺഡേയിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷെ അവന് വലത് കണ്ണിൽ നിന്നും ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ മൊബൈൽ എത്രത്തോളം കാഴ്ചയെ ബാധിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ കുട്ടികൾക്ക് മൊബൈലേ കൊടുക്കണ്ടെന്നാണ് പറയാറുള്ളത്. പക്ഷേ പലപ്പോഴും സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ആരാണ് മൊബൈൽ കൊടുത്ത് തുടങ്ങുന്നത്? മാതാപിതാക്കൾ തന്നെയാണ്. ആഹാരം കഴിക്കാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടിയെ കൊണ്ട് അനുസരിപ്പിക്കാനായിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങുന്നതാണ്. പിന്നീട് നമുക്ക് അതിലൊരു കൺട്രോൾ കിട്ടാത്തതാണ്. കുട്ടികളിൽ നമ്മൾ മൊബൈൽ കൊടുക്കാനേ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ തീരെ പറ്റുന്നില്ല, ഒത്തിരി ബഹളം വെക്കുന്നെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ കൊടുക്കാം. കാരണം കുട്ടികൾ ഇത് കണ്ടു തുടങ്ങിയാൽ പിന്നീട് നമുക്ക് അവരുടെ നിന്ന് അത് വാങ്ങിച്ച് മാറ്റാനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒത്തിരിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരുപാട് നേരം ഈ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളിൽ കോങ്കണ്ണ് പോലെയുള്ള പ്രശ്നങ്ങൾ വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് കേസുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. കോങ്കണ്ണിലേക്ക് അത് നീളുന്നത് പോലെയും ആ കോങ്കണ്ണ് പിന്നെ ഒരു ഓപ്പറേഷനിലേക്ക് അത് നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൊബൈൽ യൂസ് നമ്മൾ ഇത്ര നേരം എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യാറേ ഇല്ല. കൊടുക്കാതെ തന്നെ ഇരിക്കുക. പിന്നെ ഒരുപാട് വേണം വെക്കുന്നെങ്കിൽ ഒരു 10-15 മിനിറ്റ്. ഈ പറഞ്ഞതുപോലെ പ്രജിതയുടെ മോൻ ഇപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കാഴ്ചശക്തിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിപ്പിക്കണം. ഞരമ്പ് പരിശോധിപ്പിക്കുകയൊക്കെ വേണം. തീർച്ചയായിട്ടും ഒരു നേത്രരോഗ വിദഗ്ധനെ കൺസൾട്ട് തന്നെ ചെയ്യണം. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാഴ്ചശക്തി നമുക്ക് എങ്ങനെ കൂട്ടാം? അതായത് ആഹാരക്രമങ്ങളിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? എന്തൊക്കെ ആഹാരങ്ങളാണ് നമുക്ക് കാഴ്ച കൂട്ടാൻ വേണ്ടി കഴിക്കേണ്ടതായിട്ടുള്ളത്? നമ്മുടെ കാഴ്ചശക്തിക്ക് നല്ലത് വരുത്തുന്ന തരത്തിൽ കുറച്ച് ആഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഈ പച്ചച്ചീര, അതുപോലെ തന്നെ ക്യാരറ്റ്, പപ്പായ, വൈറ്റമിൻ എ കൂടുതലായിട്ടുള്ള പപ്പായ, അത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിൽ, പ്രത്യേകിച്ചും കുട്ടികളുടെ ഡയറ്റിൽ അത് നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ പാല്, മുട്ട തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പൊതുവേ പറയുന്നതാണ് ജങ്ക് ഫുഡ്സ് ഒന്നും അത്രയും അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാനില്ല. പിന്നെ ജങ്ക് ഫുഡിലൊന്നും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വളരെ വളരെ കുറവാണ്. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും ഈ ഒരു ജങ്ക് ഫുഡിലേക്കാണ് നീങ്ങുന്നത്. അത് മാക്സിമം അവോയ്ഡ് ചെയ്ത് നമ്മുടെ തനതായ ആഹാര രീതിയിലേക്ക് പച്ചക്കറികൾ, മുട്ട, പാല് അതെല്ലാം കൂടുതലായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളവും നന്നായിട്ട് കുടിപ്പിക്കാൻ ശ്രദ്ധിക്കണം കുട്ടികളെ. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കുണ്ടറയിൽ നിന്നും ശ്രീകുമാറാണ്. ശ്രീകുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ ശ്രീകുമാർ, പറഞ്ഞോളൂ. ഡോക്ടർ, ഈ കുട്ടികളിൽ ചെറുപ്പത്തിൽ കാണുന്ന ഈ കോങ്കണ്ണുണ്ടല്ലോ, അത് എന്താണ് അതിന് ചെയ്യേണ്ടത്? അതെ, കോങ്കണ്ണ് പല കാരണങ്ങൾ കാരണം കോങ്കണ്ണ് വരാം. കാഴ്ചക്കുറവ് മാത്രമല്ല കോങ്കണ്ണിന്റെ
പ്രധാനമായിട്ടുള്ള കാരണം. ഒരുപക്ഷെ കുട്ടിക്ക് തിമിരം ഉണ്ടെങ്കിൽ പോലും അത് കോങ്കണ്ണായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ ദൃഷ്ടി വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കോങ്കണ്ണിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മാരകമായിട്ടുള്ള കാഴ്ച ഞരമ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ട്യൂമർ പോലെയുള്ള അസുഖങ്ങളും കോങ്കണ്ണിലേക്ക് വരാം. അപ്പോൾ കോങ്കൺ ഒരു രോഗലക്ഷണമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. കുട്ടികളിൽ ചെറുപ്പത്തിലേ മുതൽ കാണുന്ന കോങ്കണ്ണുണ്ട്. അതേസമയം ഒരു പ്രായം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പെട്ടെന്ന് വരുന്ന കോങ്കണ്ണ്, അങ്ങനത്തെ കോങ്കണ്ണുകളുമുണ്ട്. കോങ്കണ്ണ് കാണുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ, പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പോലെ മാറുകണ്ണ് ഒരു ഭാഗ്യമാണ് എന്നൊക്കെ കരുതി ഡോക്ടറിനെ കാണിക്കാതിരിക്കുന്ന ഒരു തരം ടെൻഡൻസി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലുമല്ല. ഏത് ഏജിൽ കോങ്കണ്ണ് കാണുകയാണെങ്കിലും അത് തീർച്ചയായിട്ടും ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചാണ് അതിൻ്റെ ചികിത്സയിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് കോങ്കണ്ണിന് എല്ലാ തരത്തിലുള്ള കോങ്കണ്ണിനും ഒരേ ചികിത്സാ രീതി അല്ല. എന്താണ് കാരണമെന്ന് വിവിധ തരത്തിലുള്ള പരിശോധനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഏത് തരത്തിലുള്ള കോങ്കണ്ണാണെന്ന് മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിലാണ് ചികിത്സ പോകുന്നത്. എല്ലാ കോങ്കണ്ണുകളും ഓപ്പറേഷൻ ചെയ്യണം എന്നില്ല. ചില കോങ്കണ്ണുകൾ നമുക്ക് കണ്ണട വെച്ച് പരിഹരിക്കാൻ സാധിക്കും. ചില കോങ്കണ്ണുകളാണ് നമ്മൾ ഓപ്പറേഷനിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ കോങ്കണ്ണ് കുഞ്ഞുങ്ങളിൽ കാണുകയാണെങ്കിൽ അത് ഏത് സ്റ്റേജിലാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. കുട്ടികളിലെ കാഴ്ചക്കുറവിനെ കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറോട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AR ആര്യാണ്. ഡോക്ടർ നന്ദി. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.